ഗൈസ്, ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ബേസിക് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. സോ ഇതാണ് ഒരു ബേസിക് ട്രാൻസ്ഫോമറിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് ഒരു കോമൺ ഫ്രെയിമിൽ രണ്ട് വയർ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുള്ളതായിട്ട് കാണാം. സോ ഇതിന്റെ അക്രോസ് ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഇവിടെ കൂടെ നമുക്ക് ഔട്ട്പുട്ടും കിട്ടും. സോ നമ്മുടെ സബ്സ്റ്റേഷനിലൊക്കെ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു 11 കിലോ വോൾട്ട് സപ്ലൈ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അത് 230 വോൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് V2 230 ആയിട്ട് കിട്ടും. സോ ഇതെങ്ങനെ നടക്കുന്നതെന്നുള്ളതാണ് നമ്മളിപ്പോൾ അറിയാൻ പോകുന്നത്. സോ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം ഈ V1ഉം V2ഉം തമ്മിൽ പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ കണക്ഷൻ ഒന്നുമില്ല. ജസ്റ്റ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫ്രെയിമിൽ ഇത് രണ്ടും ചുറ്റിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ V1 എന്ന് പറയുന്നത് AC വോൾട്ടേജ് മാത്രമേ നമുക്കിങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റൂ. സോ ഇതെങ്ങനെയാണ് കൺവേർഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതറിയാൻ വേണ്ടി കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഫസ്റ്റത്തെ കോൺസെപ്റ്റ് ആണ് കറണ്ട് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളത്. അതായത് ഒരു സ്ട്രൈറ്റ് കണ്ടക്ടറിൽ കൂടെ ഇങ്ങനെ കറണ്ട് പോകുമ്പോൾ അതിന്റെ അക്രോസ് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതായത് ബേസിക്കലി എങ്ങനെയൊക്കെ കറണ്ട് പോയാലും അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആവും. അതായത് നമുക്കിപ്പം കാണാം ഈ ഒരു ഡയറക്ഷനാണ് കറണ്ട് പോണെങ്കിൽ ഈ ഒരു ക്ലോക്ക് വൈസ് രീതിയിൽ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് പോകണതാണ്. അതേസമയം അതിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പം ആ ഒരു ഫീൽഡിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ആയിട്ടിരിക്കുന്നതാണ്. ഇനി നമ്മളിപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമായിട്ടാണ് വേണ്ടെങ്കിൽ, അതായത് കുറച്ചുകൂടെ കൂടിയ ഇന്റൻസിറ്റി വേണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമേഷനിൽ നമ്മൾ ഈ ആ ഒരു കണ്ടക്ടറിനെ നമ്മൾ അറേഞ്ച് ചെയ്യും. അതായത് ഈ ഒരു രീതിയിൽ സിലിണ്ടറിക്കൽ രീതിയിൽ ഇങ്ങനെ വയറ് ചുറ്റി വെക്കുകയാണെങ്കിൽ അതിൽ കൂടെ ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. സോ ഈ രീതിയിലാണ് നമ്മൾ കറണ്ടിനെ മാഗ്നറ്റിക് ഫീൽഡാക്കി കൺവേർട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് എവിടെയൊക്കെ കറണ്ട് ഉണ്ടാകുന്നു അവിടെയൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുമെന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ചേർത്ത് പറയാൻ പറ്റുന്നതാണ് ചേഞ്ച് ഇൻ കറണ്ടിന്റെ ഡയറക്ഷൻ കോസസ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. അതായത് ഇവിടെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം, ഇങ്ങോട്ടായിരുന്നു കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആ കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ആയപ്പോൾ അതിനോടുകൂടെ തന്നെ റിവേഴ്സ് ആയി. അതായത് ഈ കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിനോട് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത് പോലെ തന്നെ കറണ്ടിന്റെ ചേഞ്ചും മാഗ്നറ്റിക് ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആണ്. സോ ആ ഒരു കാര്യം നമുക്ക് ഫസ്റ്റ് കോൺസെപ്റ്റ് ആയിട്ട് പറയാം. പിന്നെ അടുത്ത വരുന്ന കോൺസെപ്റ്റ് ആണ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കോസസ് വോൾട്ടേജ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനെ പറയുന്നത് ലെൻസ് ലോ എന്നാണ്. ഫസ്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ലോ ആയിരിക്കും. ബട്ട് ഈ ഒരു കാര്യം നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ഒരു ട്രാൻസ്ഫോമറിനെ പറ്റി പഠിക്കും. അതായത് നേരത്തെ അതേ സെറ്റപ്പ് തന്നെ എടുക്കാം. അതായത് ഇങ്ങനെ സിലിണ്ടറിക്കൽ രീതിയിൽ വയർ ഇങ്ങനെ വൂവൺ ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കണ്ടക്ടിങ് വയർ. സോ ഇതിന്റെ അക്രോസിനായി ഇങ്ങനെ ഒരു ബാർ മാഗ്നറ്റ് അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും പിന്നെ അതിന്റെ ഇന്റൻസിറ്റിയും ചേഞ്ച് ആവും, അതായത് കൂടി വരും. അപ്പൊ അതിനനുസരിച്ച് ഇതിന്റെ അക്രോസ് ഒരു വോൾട്ടേജ് ഡെവലപ്പ് ആകുന്ന നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കിയ പോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ വോൾട്ടേജിനെ ക്രിയേറ്റ് ആക്കി. അപ്പോൾ ഇതാണ് ലെൻസ് ലോയിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇവിടെ കാണാം ഒരു സിംഗിൾ വൈൻഡിങ് മാത്രമേ ഉള്ളെങ്കിൽ തന്നെ അവിടെ കൂടെയും നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ തന്നെ ഒരു കറണ്ട് അതുവഴി ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ ഒരു പാത്തിനെ നമ്മൾ ക്ലോസ് ആക്കുവാണെങ്കിൽ ഇതുവഴി ഒരു കറണ്ടും പോകുന്നതായിരിക്കും, കാരണം വോൾട്ടേജ് ഡിഫറൻസ് ക്രിയേറ്റ് ആകുന്നത് കൊണ്ട് തന്നെ. സോ ഇതാണ് ലെൻസ് ലോയിന്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. ആൻഡ് ഈ ഒരു ക്വാണ്ടിറ്റി ഇതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട, ഇപ്പോൾ ജസ്റ്റ് ഇതിന്റെ ഒരു ബ്രീഫ് ഐഡിയ അറിഞ്ഞാൽ മതി. സോ നമുക്ക് നോക്കാം. അടുത്ത കോൺസെപ്റ്റ് ആണ് സോഫ്റ്റ് അയൺ ഹാസ് ഹൈ പെർമിയബിലിറ്റി ദാൻ എയർ. അതായത് നേരത്തെ നമ്മൾ ഈ കണ്ടപ്പോൾ നമ്മൾ കണ്ടു ഈ ഒരു കോർ സോഫ്റ്റ് അയൺ കോറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രോപ്പർട്ടി കൊണ്ടാണ്. എയറിൽ കൂടെ ഒരു സോളിനോയിഡ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതിൽ കൂടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ടോട്ടലി സ്പ്രെഡ് ഔട്ട് ആയിരിക്കും. അതായത് നമുക്കൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു പാത്തിൽ കൂടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ കൊണ്ടുവരാൻ സാധിക്കത്തില്ല. അതേസമയം നമ്മൾ സോഫ്റ്റ് അയൺ കോറിന്റെ അക്രോസ് ആണ് ഈ ഒരു വയർ വൈൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു അതിൽ കൂടെ ജനറേറ്റ് ആകുന്ന മാഗ്നറ്റിക് ഫീൽഡ് മൊത്തം ആ ഒരു സോഫ്റ്റ് അയൺ കോറിൽ കൂടെ തന്നെ ഫ്ലോ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഈ ഒരു ക്ലോസ്ഡ് പാത്തിൽ കൂടെ തന്നെ ഫ്ലോ ചെയ്യാൻ ശ്രമിക്കുക. അതായത് എയറിൽ കൂടെ സ്പ്രെഡ് ഔട്ട് ആകുന്ന സാധനം ഇതിന്റെ ഉള്ളിൽ തന്നെ കൺഫൈൻഡ് ആയിട്ടിരിക്കും. സോ അതാണ് ഈ ഒരു സോഫ്റ്റ് അയൺ കോർ യൂസ് ചെയ്യാനുള്ള കാരണം. അതായത് ഇതിൽ കൂടെ ഈ പ്രൈമറി വൈൻഡിങ്ങിലൂടെ ജനറേറ്റ് ആകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഫുള്ള് കോൺസെൻട്രേറ്റഡ് ആയി ഒരു പാത്തിൽ കൂടെ തന്നെ കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ് അയൺ കോർ യൂസ് ചെയ്യുന്നത്. സോ നമുക്കിനി അടുത്ത ഇതിലേക്ക് വരാം. സോ ഇനി നമ്മൾ ഡയറക്റ്റ് വർക്കിങ്ങിലേക്കാണ് നടക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ അക്രോസ് AC വോൾട്ടേജിനെയാണ് നമ്മളിങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്. സോ
ഇവിടെ കാണാം ഇങ്ങനെ വൈൻഡ് ചെയ്തേക്കുന്ന ഈ ഒരു പ്രൈമറി വൈൻഡിങ്ങിൽ കൂടെ ഒരു AC കറണ്ട് ഇങ്ങനെ കടന്നു വരും. അപ്പോഴത്തേക്കും ആ ഒരു കറണ്ട് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ ഒരു സൈഡിലോട്ട് തന്നെ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. സോ ആ ഒരു ടൈമിൽ ഇതിന്റെ അക്രോസ് ഒരു ലിങ്കേജ് വരും. അതായത് ഇതിന്റെ അക്രോസ് ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ചെറുതായിട്ട് ചേഞ്ച് ആകും. അപ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാകും. കാരണം നേരത്തെ നമ്മൾ ലെൻസ് ലോയിൽ കണ്ടില്ലേ. ബട്ട് ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് AC കറണ്ട്, അതായത് ഈ ഡയറക്ഷനിലാണ് ഈ കറണ്ട് എങ്കിൽ ഇത് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഇനി അടുത്ത ഡയറക്ഷനിൽ ഇതുവഴിയായിരിക്കും കറണ്ട് വരുന്നത്. അതായത് വോൾട്ടേജ് ഇവിടെ പ്ലസും മൈനസ് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആകുന്ന പോലെ തന്നെ അടുത്ത സെക്കൻഡ് ഇവിടെ പോസിറ്റീവ് ഇവിടെയും നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇത് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും ആൾട്ടർനേറ്റീവ്ലി. സോ അതുപോലെ തന്നെ കറണ്ടിന്റെ ഡയറക്ഷനും സ്വിച്ച് ചെയ്യും. അതുപോലെ തന്നെ കറണ്ടിന്റെ ഡയറക്ഷനിൽ ചേഞ്ച് ആകുമ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ചേഞ്ച് ആകും. സോ ഈ ഒരു ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ചേഞ്ച് മൊത്തം ഈ ഒരു സോഫ്റ്റ് അയൺ കോറിൽ ഫുള്ള് ഫോളോ ത്രൂ ആവും. അതായത് ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ചും മാഗ്നറ്റിക് ഫീൽഡും തന്നെ ഇവിടെയും ഉണ്ടാവും. സോ ഈ ഒരു രണ്ട് കോയിലും ഒരു മാഗ്നറ്റിക്കലി ലിങ്ക്ഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഇനി അതിന്റെ ചില ലെൻസ് ലോയിന്റെ ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഇനി എഴുതാൻ പോണത്. സോ ഫസ്റ്റ് പ്രൈമറിയിൽ നമ്മൾ ഈക്വേഷൻ എഴുതുമ്പോൾ പ്രൈമറി വോൾട്ടേജ് അതായത് V1 N1 ടൈംസ് d∅b/dt, അതായത് ഈ ഒരു ടേം എന്ന് പറയുന്ന ഈ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലും അതിന്റെ മാഗ്നിറ്റ്യൂഡിലും ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈമിനെയാണ് ഈ ഒരു ക്വാണ്ടിറ്റി സൂചിപ്പിക്കുന്നത്. അതുപോലെ പക്ഷെ അതിനെക്കാട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇത് ടൈംസ് N1, അതായത് എത്ര പ്രാവശ്യം നമ്മൾ ഈ ഒരു പ്രൈമറി വൈൻഡിങ് ചുറ്റി എന്നുള്ളതിന് കൂടെ പ്രപ്പോർഷനിലാണ് ഈ പ്രൈമറി വൈൻഡിങ്ങിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. സോ ഈ ഒരു കാര്യം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. സോ അതേപടി തന്നെ നമുക്ക് സെക്കൻഡറിയിലെ ഇക്വേഷൻ എഴുതാം. അതായത് V2 നമ്പർ ഓഫ് വൈൻഡിങ്സ് ഇൻ സെക്കൻഡറി ഇൻറ്റു d∅b/dt. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുത്തെ d∅b/dt ഇവിടുത്തെ d∅b/dtയും സെയിം ആണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, അതായത് ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സും പിന്നെ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സും ഈക്വൽ ടു ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സും ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സും ആണ്. സോ ഈ രണ്ട് ഈക്വേഷൻ നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ആക്കാൻ പറ്റും. ഇത് രണ്ടും ലെൻസ് ലോയിന്റെ അണ്ടറിലാണ് നമ്മൾ എഴുതുന്നത്. സോ ഇനി ഈ രണ്ട് ഈക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ V1/V2 N1/N2 എന്നുള്ള ഒരു ഫേമസ് ഈക്വേഷനിലേക്ക് നമ്മൾ കടന്നു വരും. ഈ N1/N2 അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എന്നുള്ളത് അറിയപ്പെടുന്ന ടേൺസ് റേഷ്യോ എന്നുള്ള ഒരു പേരിലാണ്. സോ ഈ ഒരു റേഷ്യോ ഏതൊരു ട്രാൻസ്ഫോമർ ബിൽഡ് ചെയ്യുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. സോ ഇനി നമ്മൾ V2നെ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് ബാക്കിയെല്ലാം മറ്റേ സൈഡിലോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഈക്വേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഈ ഒരു ഈക്വേഷൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈമറി വൈൻഡിങ്ങിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് കൺട്രോൾ ചെയ്യാം. എങ്ങനെ? ഈ V1, N2, N1 എന്നിവ നിയന്ത്രിക്കുന്നതിലൂടെ V2 എന്നുള്ള ക്വാണ്ടിറ്റി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതായത് ഇപ്പം V1 എന്ന് വെച്ചാൽ പ്രൈമറി വോൾട്ടേജ് ടൈംസ് പിന്നെ ഈ ഒരു N2 എന്നുള്ള സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ബൈ പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ്. ഈ മൂന്ന് വേരിയബിൾസ് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിസൈഡ് റേഷ്യോയിലോട്ട് ഈ ഒരു V2നെ കൊണ്ടുവരാൻ പറ്റും. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സബ്സ്റ്റേഷനിൽ ഉണ്ടാകുന്ന ടേൺസ് റേഷ്യോ ആണ്, അല്ലെ ഒരു കൺവേർഷൻ. അതായത് ഈ രണ്ട് പ്രൈമറി വൈൻഡിങ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സെക്കൻഡറി വൈൻഡിങ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 11 കിലോ വോൾട്ടിന് നമ്മൾ 230 വോൾട്ട് ആയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. സോ N1/N2 V1/V2, അതായത് 11,000 ഡിവൈഡ് ബൈ 230, അതായത് 47.8 വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 48 എന്ന് നമുക്ക് കിട്ടും. സോ ഈ ഒരു ഈക്വേഷൻ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. N1 48 ടൈംസ് N2. സോ ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സെറ്റപ്പിൽ N1 48 ഇരട്ടി ഓഫ് N2 ആണെങ്കിൽ ഇവിടെ 11,000 വോൾട്ട് കൊടുത്ത് ഇവിടെ 230 വോൾട്ട് വരുമെന്നാണ് ഈ ഒരു ഈക്വേഷൻ സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ N2ന്റെ അവിടെ ഞാൻ ഇപ്പോൾ 2 ടേൺ ആണ് ഇവിടെ പറഞ്ഞ പോലെ വെച്ചിരിക്കുന്നതെങ്കിൽ N1 അതായത് 48 × 2 ആയിരിക്കണം. അതായത് എത്ര ഇപ്പോൾ 96 ടൈംസ് ആയിരിക്കണം N1ന്റെ നമ്പർ. സോ N1 96 ടൈംസ് ഇവിടെ കെട്ടിയിട്ട് N2 2 പ്രാവശ്യം കെട്ടിയാലേ ഈ ഒരു കൺവേർഷൻ ഇവിടെ പോസിബിൾ ആകത്തുള്ളൂ.
സോ ഇതാണ് ഒരു ബേസിക് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പാരാമീറ്റേഴ്സ് വെച്ച് തന്നെ ഇത് നമുക്ക് ഫുള്ളി കൺട്രോൾ ചെയ്യാനും പറ്റും. പിന്നെ നമ്മുടെ റിയൽ ലൈഫ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഇതേപോലെ ഇതൊരു ഐഡിയൽ കേസാണ്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ 100% ഫ്ലക്സും ഇവിടെ വരുന്നത് ഇവിടെ കൂടെ തന്നെ പോകണമെന്നില്ല. അതായത് എയറിലോട്ട് ലീക്കേജ് വരാം, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. ബട്ട് ഓവറോൾ ഇതാണ് ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ഓഫ് കോഴ്സ് ഉപകാരപ്പെടും, ഇതിന്റെ ഒരു ഔട്ട്ലൈൻ അറിയാനായിട്ട്. സോ ഇതാണ്, ദാറ്റ്സ് ഓൾ. താങ്ക് യു.